നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ഷെയറുകളിൽ നിന്നോ ലാഭം ലഭിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷം? അല്ലെങ്കിൽ നിങ്ങൾ 2 പ്രോപ്പർട്ടിയിൽ കൂടുതൽ നിങ്ങൾ വാടക കൊടുത്തിട്ട് അതിൽ നിന്ന് വാടക വരുമാനം ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളവർ ITR 1 അല്ല, ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. ITR 2വിന്റെ ഇ ഫയലിംഗ് യൂട്ടിലിറ്റി കഴിഞ്ഞ ദിവസം ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ITR 2 ഉപയോഗിക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്ന് പറയാം. അതുപോലെ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ആൾക്കാർക്ക്. ഇത് ഇൻഡിവിജ്വൽസിന് മാത്രമുള്ള ഫോമാണിത്. അതുപോലെ തന്നെ ബിസിനസ് ഇൻകം ഉള്ളവർക്ക് ഇത് ഫോം പാടില്ല. ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും. 1.25 ലക്ഷം വരെയുള്ളവർക്ക് നേരത്തെ ITR 1 ഫയൽ ചെയ്യാമായിരുന്നു. അതിന് മുകളിലുള്ള ആൾക്കാർക്ക് ITR 2 തന്നെ വേണം ഫയൽ ചെയ്യാനായിട്ട്. അതുപോലെ ഫോറിൻ അസറ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഫോറിൻ ഇൻകം ഉള്ളവരും ഈ ഫോം തന്നെ വേണം ഫയൽ ചെയ്യാനായിട്ട്. അത് 2 വീടുകളിൽ കൂടുതൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ, പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടെങ്കിലും ഈ ITR 2 തന്നെ വേണം ഫയൽ ചെയ്യാനായിട്ടിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ കമ്പനി ഡയറക്ടേഴ്സ് ആണ്. ഒരു കമ്പനി ഡയറക്ടേഴ്സ് അൺലിസ്റ്റഡ് ഷെയർ ഉണ്ടെന്ന് വിചാരിച്ചു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെ അൺലിസ്റ്റഡ് ഷെയർ ആണ്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സും ഈ ITR 2 വേണം ഫയൽ ചെയ്യാനായിട്ട്. NRIകൾക്കും ഈ ഫോമാണ് ആപ്ലിക്കബിൾ, ITR 2. പിന്നെ റെസിഡന്റിന്റെ കേസാണ്. അപ്പോൾ ഫോറിൻ അസറ്റ് ഉണ്ട് എങ്കിൽ അവർ കാണിക്കണം. ഫോറിൻ അസറ്റും ഫോറിൻ ഇൻകവും. പല NRIകൾക്കും അന്ന് ഫോറിൻ ആയിരുന്ന സമയത്ത് അസറ്റ്സുകൾ ഉണ്ടാവാം. അത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. ഫോർത്തുള്ള അസറ്റ് ഉണ്ട്. അങ്ങനെയുള്ള അസറ്റുകളും നമ്മൾ റെസിഡന്റ് ആയി കഴിയുമ്പോൾ അത് കാണിക്കുകയും അതിന് ഇൻകം കാണിക്കുകയും ചെയ്യണം. എത്ര അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇൻകം ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ ഈ ഫോം ഫയൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സാലറി അല്ലെങ്കിൽ പെൻഷൻ ഉള്ളവർക്ക് നമ്മൾ നോക്കാം, ഫോം 16 ലഭിക്കും. ഫോം 16 നോക്കുക. അതുപോലെ തന്നെ ITR സൈറ്റ്, ഇൻകം ടാക്സ് സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും 26 AS. അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് TDS അറിയാം, ടോട്ടൽ ഒരു എമൗണ്ടുകളെല്ലാം അറിയാം. പിന്നെയുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് AS അതും നോക്കുക. പിന്നെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഉള്ളവർക്കുണ്ടാവും, ഷെയർ ബ്രോക്കേഴ്സിന്റെ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടും. കഴിഞ്ഞ ഇയറുകളിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര ലോസ് ഉണ്ടായി പലരുടെ കയ്യിലുണ്ടാവും. പല ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട്, പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ആ സ്റ്റേറ്റ്മെന്റോട് വാങ്ങിച്ചിട്ട് ഇതെല്ലാം എടുത്ത് നോക്കി കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ നോട്ടീസ് തരികയും അതിന് പിന്നെ റിപ്ലൈ കൊടുക്കുകയും നമ്മൾ അതിന് കൂടുതൽ സമയം അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 സാലറിക്കാർക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ഉള്ള ITR 2 ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്തു തുടങ്ങാവുന്നതാണ്. അതിൽ ഫോമുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 31, 2026.